ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മളുടെ ബാസൽട്ടൺ ജെട്ടി യാത്രയ്ക്ക് ശേഷം നമ്മൾ പോകുന്നത് ജുവൽ കേവിലേക്കാണ്. ഇത് ആക്ച്വലി വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ തന്നെ വലിയൊരു കേവാണ്. ഈ ജുവൽ കേവിൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഒരു കഫേ ഉണ്ട്. സ്വാദിഷ്ടമായ കോഫി, ലഘു ഉച്ചഭക്ഷണം എന്നിവയും നമുക്കിവിടെ ലഭ്യമാണ്. അങ്ങനെ ജുവൽ കേവിലെത്തി. ഓസ്ട്രേലിയയിലെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കേവാണ് ജുവൽ കേവ്. പിന്നെ എന്താണ് പറയാനുള്ളത് ഹനു? ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, ചെന്ന് പോകുന്ന വഴി പറയാമോ? ഓക്കെ. എൻട്രൻസ് ആണ് അപ്പം അതിൻ്റെ ഇത്. അത്യാവശ്യം ആൾക്കാരുണ്ട്. പേരെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു കഫേ ഒക്കെ ഉണ്ട്. അത്യാവശ്യം ചെറിയ സ്നാക്സ്, കോഫിയൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ജുവൽ കേവ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് 2:30 നമ്മൾക്ക് എൻട്രൻസ് കിട്ടുക കേട്ടോ. First of all, welcome to Jewel Cave. My name is Sid and I'll be your guide today. Just a few things before we do go down into the cave. Firstly, I'll ask that when we're inside the cave that we please do not touch any of the calcite crystal formations, as they're extremely delicate. Also, oils and acids on our hands can affect their formation and discolor the crystals. Now, in terms of taking photos, you're welcome to take as many photos as you like. You can use your flash. I'll just ask that we don't take photos while going down the staircases, as we have had a few falls lately and we don't want that today. There's plenty of flat platforms and plenty of time for you to get those photos along the way. Now, in terms of food or drink, we only allow water into the cave, no other food or drink. So if you do have anything in your bags, that's perfectly fine. I'll just get you to keep them, catch your breath and carry on going. All good? Yep. All right, folks, so I'm going to need a volunteer from the backyard. All you're going to need to do is close the gate. Sir, do you want to be my volunteer? So, no. As we head into the cave, I'm going to unlock a gate as we go down those stairs. If you can just close it behind you, that would be brilliant. വെസ്റ്റേൺ ഓസ്ട്രേലിയ ടൂറിസം അവാർഡുകളിൽ ടൂറിസ്റ്റ് ആകർഷണങ്ങളുടെ വിഭാഗത്തിൽ ഈ ജുവൽ ഗുഹയ്ക്ക് മുമ്പ് സ്വർണ്ണ അവാർഡും ഇക്കോ ടൂറിസം വിഭാഗത്തിൽ വെള്ളി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഈ ജുവൽ കേവിനെ പറ്റി ഒരു ചെറിയ ബ്രീഫിംഗ് തരാം.
അഗസ്ത്യയിൽ നിന്ന് 10 മിനിറ്റ് വടക്ക് സ്ഥിതി ചെയ്യുന്ന ജുവൽ ഗുഹ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പ്രദർശന ഗുഹയാണ്. കൂടാതെ അടുത്തിടെ വികസിപ്പിച്ചതും ഗുഹയുടെ താഴെഭാഗത്തുള്ള ഒരു ചെറിയ അറയായ ജുവൽ കാസ്കറ്റിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 1959 ഡിസംബർ 26-നാണ് ഗുഹ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നത്. 1900കളുടെ തുടക്കത്തിൽ കാറ്റുദ്വാരം എന്ന ചെറിയ ദ്വാരത്തിൻ്റെ അസ്തിത്വം അറിയപ്പെട്ടിരുന്നുവെങ്കിലും 1957 ക്ലിഫ് പാർക്ക്മാനും മറ്റുള്ളവരും ചേർന്ന് നിലത്തൊരു ചെറിയ ദ്വാരത്തിൽ വന്നപ്പോൾ വരെ അത് വീണ്ടും കണ്ടെത്താനായില്ല. 1957 ജനുവരിയിൽ ക്ലിഫിനെ ഗുഹയിലേക്ക് താഴ്ത്തി ഒരു ലായനി പൈപ്പിലൂടെ 12 മീറ്റർ ഒരു വലിയ അറയിലേക്ക് ഇറങ്ങി അദ്ദേഹം സീലിംഗിൽ നിന്ന് 8 മീറ്റർ താഴെയുള്ള ഒരു മണ്ണ് കോണിലെത്തി. 1958 ഫെബ്രുവരിയിൽ ക്ലിഫ് പാർക്ക്മാൻ, ലോയിഡ് റോബിൻസൺ, ലെക്സ് ബാസ്റ്റ്യൻ എന്നിവർ പര്യവേഷണം തുടർന്നു. 2 കിലോമീറ്ററിലധികം ഗുഹാമുഖം കണ്ടെത്തി. ഗുഹയ്ക്ക് 42 മീറ്റർ ആഴമുണ്ട്. തറ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 24 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. This is this historic floor of the cave. Now it's what we call a phreatic cave, which means it was formed by the rising and the falling of the water table, so that water eroding this cave within the limestone ridge that it sits in. Now it's what we call the Leuin Naturalist Ridge, and it stretches from Dunsborough to Augusta or Cape Leuin to Cape Naturalist. The CO2 is high today. So the ridge itself is about 90 kilometers long. The depth is about 200 meters, and it's what we call Tamala limestone, which means it was formed from ancient sand dunes. Now, the ridge is estimated to be about 1.2 million years old. This cave, around 1 million years old, and the formations within the cave no older than 800,000. So it's actually a fairly young formation in geological terms. Now looking up on the wall here, any guesses on what we named this platform, folks? Coral, that's spot on. This is our coral platform, and these are our coral calcite crystal formations. Now the reason we've used this specific lighting up the top there is because there used to be water where we're standing right now, and the guides used to shine their light against that water and create similar reflections up on the wall there. ഈ റിവർ കടലിലേക്ക് ചെന്ന് അഴിമുഖമാണിത്. അഴിമുഖം. അങ്ങനെ ഫൈനലി ബാസൽട്ടൺ ബീച്ച്. റോഷൻ, എവിടെയാ നമ്മൾ? ബാസൽട്ടൺ ബീച്ചിൽ വന്നാ? അതായത് എവിടെയാ? ബീച്ചിൽ ഇറങ്ങാൻ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തുടങ്ങിയുള്ള വളരെ വലിയൊരു സ്വപ്നമായിരുന്നു ബീച്ചിൽ ഇറങ്ങുക എന്നുള്ളത്. അതാണ് ഇറങ്ങി കുളിക്കുക. ഇവിടെ പൂവണിയാൻ പോകും. സ്വപ്നം പോവാണ് ഈ വന്ന്. ബീച്ചിൽ ചെല്ലുമ്പോൾ തണുപ്പുണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. വെള്ളത്തിൽ തണുപ്പാണ്.
വരുവായിരുന്നോ? സത്യം പറ, മുട്ട നീന്തി വരുവായിരുന്നോ? വയ്യ. അടുത്ത ആള്, കമോൺ. എന്നാ നിങ്ങൾ അതിലാവാ. അറിയാമായിരുന്നോ അപ്പൊ? ഇല്ല, ഇതന്നെ ഉള്ളു. അത്രയും വന്നത് ഇപ്പൊ വലിയ കാര്യമാണല്ലോ. ഇതേ ഉള്ളു. മറന്നില്ലേ അത് എത്ര അടി അടിക്കുന്നേ? അപ്പുറത്ത് വഴി വരുവാ, അപ്പുറത്ത് വഴി വരുവാ. വെള്ളത്തിന് തണുപ്പാണോ? ശരിക്കും ഫുള്ള് ഇറങ്ങി നോക്കി, അടിപൊളിയല്ലേ? ടവല് ജോൺ വണ്ടിയെ വെച്ചു. ശ്രാവൺ കോഴി മാന്തുന്ന പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ. കുഴപ്പമില്ല.